അതൊരു മുമ്പേടി ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗേട്ടൻ എത്ര ഉപദേശിച്ചിട്ടും വൈജയന്തി അടുക്കുന്നില്ല. നിനക്കാവാം ബാലചന്ദ്രൻ ആയിക്കൂടല്ലേ, അതെന്ത് ന്യായമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്രൻ നിങ്ങളെ പൊട്ടനാക്കിയതെന്ന്, കാരണം അലീന ബാലചന്ദ്രന്റെ മകളല്ല, പിന്നെ ആര് എന്ന് ചോദിക്കും. അതെന്തായാലും എടുത്ത് പറയുന്നില്ല. അപ്പോൾ രണ്ടുപേരും തമ്മിൽ മോശമായ ബന്ധമാണെന്ന് പറഞ്ഞുണ്ടാക്കണത്. എന്തായാലും ഇനി നിന്റെ ഇഷ്ടം, നീ തീരുമാനിക്കുന്നത്, നിന്റെ വിധി. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പോകണമെന്ന് പറയും. ഒരു കാര്യം കൂടെ ഗംഗേട്ടൻ മനസ്സിലാക്കിക്കോ, ഞാൻ വൈജയന്തിയും അലീനയും കൂടെ ആ വീട്ടിൽ ഒരുമിച്ചുണ്ടാവില്ല എന്ന് പറയും. ശരി, ഇനി നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ എന്ന് പറഞ്ഞ് തിരിച്ചു പോകും. എന്നിട്ട് ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ, എന്തായി സഹോദരനെ കണ്ട് സംസാരിച്ചു എന്ന് പറയും. എന്ത് പറഞ്ഞു എന്ന് പറയും. അവളെ ക്യാരക്ടർ അങ്ങനെയല്ലേ, പെട്ടെന്ന് മാറില്ല. മാറണ്ട, അങ്ങനെ നിന്നോട്ടെ, ഞാൻ മാറാം. ഞാൻ ചെന്ന് അവളെ കാല് പിടിക്കാം, എന്നോട് ക്ഷമിക്കാൻ. അവളോട് ഇനിയും പരപുരുഷന്മാരെ കൂടെ പോയി ജാരസന്തതികളെ പ്രസവിച്ചോളാൻ ഞാൻ ഭർത്താവിൻ്റെ സ്ഥാനത്ത് നിൽക്കാം എന്ന്. ബാലേന്ദ്ര, ഇതൊരു ഹോസ്പിറ്റലാണ്, പതുക്കനെ സംസാരിക്കും. നിങ്ങളുടെ പെങ്ങളെ കാര്യം പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്നൊന്നും നോക്കാൻ പറ്റില്ല. ശബ്ദം കൂടിപ്പോവും. എവിടെ ഞാൻ പറയും, തൊലി ഞാൻ ഉലിക്കാവളെന്ന് പറയും. ശരി, ഞാൻ പോകണമെന്ന് പറയും. ആ ശരി, പൊക്കോ. വണ്ടി വന്നിട്ടുണ്ട്, ഞാൻ കൂടെ പോരാന്നറിയും. വേണമെന്നില്ല, ഞാൻ പൊക്കോളാം. അത് സാരില്ല, മറ്റേ മണഗുണാഞ്ചന്മാരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. നിങ്ങളോടല്ല എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വണ്ടിയിൽ എത്തുന്നവരെ എനിക്ക് നിങ്ങളെ പെങ്ങളെക്കുറിച്ച് പറയാലോ എന്നും പറഞ്ഞ് ഗംഗേട്ടൻ്റെ പിന്നാലെ പോകണം ബാലചന്ദ്രൻ. പിന്നെ കാണിക്കുന്നത് ഡോക്ടർ വന്ന് വൈജയന്തിയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വേദന മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയും. അങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞ് പോകും. അതിനുശേഷം മോള് വരുന്നുണ്ട്. നീ എന്തിനാ വന്നേ, കോളേജിൽ പോയിരുന്നില്ലേന്ന് ചോദിക്കും ബബിതോട്. അമ്മനെ കാണാൻ വേണ്ടി വന്നത്, അമ്മനെ കാണണമെന്ന് തോന്നി, അത് കാരണം വന്നതാന്ന് പറയും. ഇവിടെ അധികം നേരം നിന്ന് പനിയൊന്നും പിടിപ്പിക്കേണ്ടെന്ന് പറയും. കൊല്ലപ്പള്ളിയിൽ എന്തിൻ്റെ വിശേഷം എന്ന് ചോദിക്കും. കൊല്ലപ്പള്ളിയിൽ നിന്ന് ഞങ്ങളോട് അങ്ങോട്ട് പോകാനാണ് പറയുന്നത്. അങ്കിളുമാർ 3 പേര് അച്ഛൻ്റെ കൂട്ടായി എന്ന് പറയും. അതെനിക്ക് മനസ്സിലായി. ഗംഗേട്ടൻ വന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ തന്നെ അവർക്ക് എല്ലാവർക്കും സെറ്റിൽ ചെയ്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകണം, അത്രേ ഉള്ളൂ എന്ന് പറയും. എന്തായാലും വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കും കൊല്ലപ്പള്ളിയിൽ. ഇന്ന് വരെ ഇല്ല എന്ന് പറയും. എന്തായാലും അമ്മ വരുന്നത് വരെയും പിടിച്ച് നിന്നാൽ മതി. അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് അമ്മ കണ്ടിട്ടുണ്ട് വഴികളെന്ന് പറയും. പറയുന്നുണ്ട് അലീനയുടെ ഭരണമുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല എന്ന് പറയും. വേണ്ട, നീ എന്തായാലും ഇപ്പോൾ പൊക്കോ എന്ന് പറയും. അങ്ങനെ വൈജയന്തി ബബിതനെ പറഞ്ഞയക്കുന്നു. ബബിതാണെങ്കിൽ വീട്ടിലേക്ക് പോകാണ്ട് കാത്തിക്കണം. കാമുകം വരും, ഹെൽമെറ്റും കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അത് സ്ഥിരം ഇടപാടെന്ന് തോന്നുന്നുണ്ട്. കാരണം എവിടേക്ക് ഇന്ന് വെച്ചപ്പോൾ പതിവ് സ്ഥലത്തേക്ക് തന്നെയാണ് പറയുന്നുണ്ടായിരുന്നത്. അങ്ങനെ ബബിത വണ്ടിയിൽ കയറിയിരിക്കുന്നുണ്ട്. അമ്മേരെ അനുഗ്രഹമൊക്കെ മേടിച്ചു നോക്കും. പിന്നെ കാമുകൻ്റെ കൂടെ കറങ്ങാൻ പോണേനല്ലേ അമ്മേരെ അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടെ ഒരു വിജനമായൊരു വഴിയിലൂടെ ആളില്ലാത്തൊരു വീട്ടിലേക്ക് കയറി വാതിലടയ്ക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത്. അതിനൊന്നും ബബിതയ്ക്ക് ഒരു പ്രശ്നമില്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. അതിനുശേഷം കൊല്ലപ്പള്ളിന് കാണിക്കുന്നത്. അപ്പോൾ കൊല്ലപ്പള്ളിയിൽ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് രോഹിത്തും ഹരിശങ്കറും. എടാ ബബിതയ്ക്ക് എന്താ ചുറ്റിക്കളി ഉണ്ടിട്ടാന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് ഹരിയും പറയും. അല്ലെങ്കിൽ അവൾ ഈ നേരമായിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കൂറായി. 4 മണിക്കൂർ പോയിട്ട് അരമണിക്കൂർ പോലും വേണ്ടല്ലോ ഇങ്ങോട്ട് എത്താൻ പറയും. അതെ, അമലിനായിട്ടും തോന്നുന്നുണ്ട് കണക്ഷൻ. എന്ത് ചെയ്യും, നമുക്കത് മാറ്റിയെടുക്കണ്ടേ, അവനത്ര നല്ലവനൊന്നല്ല എന്ന് പറയും. അതെ, നമുക്ക് നോക്കാമെന്ന് പറയും. അപ്പോഴത്തേനും ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ബബിത. നീ വരുന്നുണ്ട്, നമുക്ക് തിരിഞ്ഞിരിക്കാമെന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലും ബബിത. നീ എവിടെ പോയാണ്ടി ഇത്രയും നേരം എന്ന് പറയും. ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ അമ്മേരെ അടുത്ത് പോകുന്നത്. അമ്മേരെ അടുത്ത് ഇത്രയും നേരം എന്ന് ചോദിക്കും. നീ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 4 മണിക്കൂറായല്ലോ, ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു എന്ന് പറയും. ആണോ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി. എന്ത് ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ട് എന്ന് പറയും. എന്നാൽ എൻ്റെ നമ്പറൊന്ന് തന്നേന്ന് പറയും. ഹരിയേട്ടന് ഞാൻ നമ്പറൊന്നും തരില്ല, ഹരിയേട്ടന് നമ്പർ തന്നാൽ അവളെ വിളിക്കാനല്ലേ എന്ന് പറയും. അപ്പോൾ രോഹിത് പറയാം, എനിക്കിതായോ എന്ന് പറയും ദേഷ്യത്തോടെ. അങ്ങനെ നിങ്ങൾക്കും തരില്ല. ഞാൻ പറയുന്നത് അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. എന്നെ ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങളായിട്ടില്ല കേട്ടാ, നിങ്ങൾക്ക് എന്ത് യോഗ്യതനുള്ളത് എന്ന് പറയും. എടി എന്ന് പറയും, റേപ്പിസ്റ്റുകളെ എന്ന് പറഞ്ഞ് ബബിത അവരെ ചവിട്ടിത്തുള്ളി കയറിപ്പോകും. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹരിശങ്കർ ബബിത രഞ്ജുവിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ചേട്ടൻ എന്തിനാ മുകളിലുള്ള എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? ചേട്ടൻ എന്തെങ്കിലും പറയാനേ അങ്ങോട്ട് വന്നാൽ പോരെ. എടി അവളുള്ളതുകൊണ്ടാണ് പറയാൻ പറ്റത്തത്, നീ ഇങ്ങോട്ട് വായോ എന്ന് പറയും. അവൾക്കൊരു ചിറ്റിക്കളി ഉണ്ട്, നീ അതൊന്ന് കണ്ടുപിടിച്ച് തരണം എന്ന് പറയും. ഞാനോ? ചിറ്റിക്കളി ഉണ്ടായിക്കോട്ടെ, ഇയാൾക്കില്ലേ എന്ന് ചോദിക്കും. എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, എന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അവളെ ആ ചെക്കൻ ആരെന്നൊക്കെ കണ്ടുപിടിക്കണം. ഇനി അവരുടെ അടുത്ത മീറ്റിംഗ് നീ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് അറിയിച്ചു തരുമെന്ന് പറയും. അതൊക്കെ എന്തിനാന്ന് പറയും. എടി നല്ല ചെക്കനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഇത് അത്ര നല്ല ചെക്കനൊന്നും അല്ലടി എന്ന് പറയും. ആണോ, എന്നാൽ നോക്കാമെന്ന് പറയും. അതെ, എൻ്റെ ഫോണിൽ നെറ്റ് തീർന്ന്, അതൊന്ന് കയറ്റി തരണം എന്ന് പറയും. എടി നീ നീ എന്ത് നെറ്റ് തിന്നണമെന്ന് ചോദിക്കും. അതൊന്നുമല്ല, കയറ്റി തരണം അത്ര തന്നെയെന്ന് പറയും. ശരി എന്ന് പറയും.
അതിനുശേഷം ബബിതനെ കാണിക്കുന്നത് റൂമിലിരുന്ന് കഴിഞ്ഞിട്ട് നല്ല പുഞ്ചിരിയോടെ കള്ള പുഞ്ചിരിയോടെ ഇരുന്ന് ചാറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടേക്ക് രഞ്ജു വരുന്നുണ്ട്. ആരാ, ഫ്രണ്ടാണോ എന്ന് ചോദിക്കും. ഏയ് പിന്നെ കൂട്ടുകാരിയോ? ഏയ് ബെസ്റ്റിയോ? അതൊന്നല്ലാന്ന് പറയും. പിന്നെ ലവറാണല്ലേ എന്ന് ചോദിക്കും. ആന്ന് പറയും. നിനക്കുണ്ടോ എന്ന് ചോദിക്കും. ആ എനിക്കുണ്ട്. ഉണ്ടോ എന്ന് ചോദിക്കും. എനിക്കുണ്ടെന്ന് പറയും. നല്ലവനാണോ എന്ന് ചോദിക്കും. ആ കുഴപ്പമില്ല എന്ന് രഞ്ജു പറയും. ചില നേരത്തെ സ്വഭാവം കാണുമ്പോഴത്ത് കിണറ്റിലിടാൻ തോന്നിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ആണോ, എന്നാൽ ശരി. ഇതെങ്ങനെയുണ്ട് ആൾ എന്ന് ചോദിക്കും. ഇത് കുഴപ്പമൊന്നുമില്ല, ഒരു തേനീച്ചക്കൂട് തലയിലെടുത്ത് വെച്ച പോലത്തെ ഒരുത്തൻ എന്നറിയും. എന്തെങ്കിലും ജോലി ഉണ്ടോ എന്ന് ചോദിക്കും. ഏയ് ജോലിയിൽ അവൻ ഫ്രൂട്ട് സ്റ്റാളാന്ന് പറയും. ഫ്രൂട്ട് സ്റ്റാളോ? ആ അവൻ്റെ അച്ഛൻ്റെ അപ്പൻ്റെയാണെന്ന് പറയും. അവനെന്തൊക്കെയോ പ്രത്യേക സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. പാവമാണ്. ആർട്ടിടെക്റ്റാ അങ്ങനെ എന്തൊക്കെയോ പറയണെന്ന് പറയുന്നത്. ആണോ? ഓ എന്നാൽ ശരി. വസ്തിക്ക് പിടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയും. ഏയ് അങ്ങനെയൊന്നുമില്ല എന്ന് പറയും. ജോലി ഇല്ലാത്ത ആളെ കല്യാണം കഴിക്കില്ല മോളെ എന്ന് പറയും. അത് കല്യാണം കഴിക്കുമ്പോഴല്ലേ എന്ന് പറയും. അപ്പോൾ കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിക്കും. ആ വരട്ടെ എന്ന് പറയും. അപ്പോൾ അവൻ നിന്നെ പറ്റിച്ചാലോ, കൊല്ലും ഞാൻ അവനെ എന്ന് പറയും. അപ്പോൾ വസ്തിക്ക് പിടിച്ചിട്ടുണ്ടെന്ന് പറയും. അത്രയും മാത്രം ഇന്നത്തെ എപ്പിസോഡിലുള്ളൂ. നാളത്തെ ഭാഗത്ത് കാണിക്കുന്നത് വീണ്ടും ബബിതയും ആ പയ്യനും, അതായത് അമലും കൂടി വണ്ടിമേൽ പോണ് പതിവ് സ്ഥലത്തേക്ക് തന്നെ. നേരത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ ഹരി ഈ മൊബൈലിൽ വീഡിയോ പകർത്തുന്നുണ്ട് പോണത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീനനാണ്. അലീന ചെല്ലുന്നുണ്ട് വൈജേന്ദ്രൻ്റെ അടുത്തേക്ക്. നീ എന്തിനടി വന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനുണ്ടാവുള്ളൂ ലാസ്റ്റ് എന്ന് പറയും. എൻ്റെ ജീവൻ പോയാലും എനിക്ക് നിൻ്റെ സഹായം വേണ്ടാന്ന് പറയും. എന്തിനാ എന്നോട് ഇത്ര ദേഷ്യം? മേഡം എൻ്റെ അമ്മയല്ലേ എന്ന് പറയും. ഞാനെങ്ങനെയുണ്ട് നിൻ്റെ അമ്മയാവണമെന്ന് ചോദിക്കും. ഇവിടുന്ന് ഇറങ്ങിപ്പോടി എന്നെ ദേഷ്യം പിടിപ്പിക്കാണ്ടെന്ന് പറഞ്ഞ് അലീനനെ ആട്ടി ഓടിക്കുന്നുണ്ട്. അതിനുശേഷം കൊല്ലപ്പള്ളിയിലെത്തിയ ബബിതയ്ക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാവരെയും കാണിച്ചു കൊടുക്കും, എല്ലാവർക്കും അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്യിച്ച് എന്തായാലും തൻ്റേതാക്കാനുള്ള പരിപാടി തന്നെയാണ് ഹരിശങ്കറിന്. കാരണം ബബിതയെ ഹരിശങ്കറിൻ്റെ കാല് പിടിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു ക്രൂരമായ ചിരിയോടെ നിൽക്കുന്ന ഹരിശങ്കറിനെ ഇനി പ്രൊമോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.